ബാങ്കടയിൽ ഗാലറിയിലേക്ക് ജോഫ്ര ആർച്ചറിന്റെ പന്തുകൾ ഓരോന്നായി മൂളിപ്പറക്കുന്നു. സ്ട്രൈക്കിൽ ആരാണ്? അഭിഷേക് ശർമ്മയാണോ? അല്ല, സഞ്ജു വിശ്വനാഥ് സാംസൺ. ഒരു വർഷം മുമ്പാണ്, 2025 ജനുവരി, ജോഫ്ര ആർച്ചർ ഒരേ കെണികൾ ഒരുക്കി സഞ്ജുവിനെ ഈ മൈതാനങ്ങളിൽ കാത്തിരുന്നു. 3 തവണ അയാൾ ആ ട്രാപ്പിന് തലവെച്ചു കൊടുത്തു. അടുത്ത 2 മത്സരങ്ങളിൽ ബോർഡർമാർ മാറി. കെണി ഒന്ന് തന്നെയായിരുന്നു. ആർച്ചറിനെ നേരിടാൻ ആയുധങ്ങളൊന്നും കയ്യിലില്ലെങ്കിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യൂ എന്നായിരുന്നു ഇക്കുറി സെമിക്ക് മുമ്പ് ചേതേശ്വർ പൂജാരയുടെ ഉപദേശം. ആർക്ക്? അഭിഷേക് ശർമ്മയ്ക്ക്. ഹാരി ബ്രൂക്കിന്റെ പ്ലാനുകൾ വ്യക്തമായിരുന്നു. ആർച്ചറിനെ തന്നെ ആദ്യ ഓവറിൽ അയാൾ പന്തേൽപ്പിക്കുന്നു. ഈ ടൂർണമെന്റിൽ പവർ പ്ലേയിൽ എതിരാളികൾക്ക് ഏറ്റവും കൂടുതൽ അപകടം വിതച്ച വേഗപ്പന്തുകാരിൽ ഒരാളാണ് അയാൾ. ആർച്ചർ വീഴ്ത്തിയ 10ൽ 8 വിക്കറ്റുകളും പവർ പ്ലേയിലായിരുന്നു എന്നോർക്കണം. അഭിഷേക് ശർമ്മയാണോ സ്ട്രൈക്കിൽ? അല്ല, സഞ്ജു തന്നെ. അപ്പോൾ സഞ്ജു പേടിക്കുന്നില്ലേ? 3-ാം പന്ത് ലോങ് ഓണിലൂടെ അതിർത്തിയിലേക്ക് പാഞ്ഞു. 4-ാം പന്ത് ഫൈൻ ലെഗിന് മുകളിലൂടെ ഗാലറിയിലേക്ക് മൂളിപ്പറന്നു. എക്സ്ട്രാ പേസിൽ ഷോർട്ട് ബോളുകളിൽ നിരന്തരം പതറിപ്പോകുന്നു എന്ന് സുനിൽ ഗവാസ്കർ ഇടയ്ക്കിടെ പരാതി പറയാറുള്ള സഞ്ജു തന്നെയാണോ ഇത്? പൂജാര സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെട്ട അഭിഷേക് ശർമ്മ 2-ാം ഓവറിൽ വിൽ ജാക്സന് വിക്കറ്റ് നൽകി മടങ്ങുന്നു. 3-ാം ഓവറിൽ വീണ്ടും ആർച്ചർ. സ്ട്രൈക്കിൽ സഞ്ജു തന്നെ. ആദ്യ പന്ത് മിഡ് വിക്കറ്റിലൂടെ അതിർത്തിയിലേക്ക് പാഞ്ഞു. തൊട്ടടുത്ത പന്തിൽ ഇംഗ്ലീഷ് നായകൻ്റെ ഒരു വലിയ പിടവ്. ഡ്രോപ്പ്. ഹാരി ബ്രൂക്ക് അതിന് കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ്. ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ പൊളിച്ചാൽ കളി തങ്ങളുടെ പരിധിയിലാക്കാമെന്നാണ് അയാൾ അതുവരെ മനസ്സിൽ കരുതിയിരുന്നത്. ഓഫ് സ്പിന്നർ വിൽ ജാക്സനെ കൊണ്ടുവന്ന് അഭിഷേക് ശർമ്മയെ വീഴ്ത്തി അയാൾ തൻ്റെ പ്ലാനുകൾ നടപ്പിലാക്കി തുടങ്ങിയിരുന്നു. എന്നാൽ ആ ഡ്രോപ്പിൽ അയാളുടെ കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചു. ആർച്ചർ എറിഞ്ഞ 4-ാം പന്ത് വാങ്കടയിലെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പായുന്നതാണ് പിന്നെ കണ്ടത്. അതേ ഓവറിലെ അവസാന പന്ത് ഒരു ബൗണ്ടറിയും പായിച്ച് സഞ്ജു ആർച്ചറിൻ്റെ അന്ത്യം കാണാതെ താൻ ഇനി മൈതാനം വിടില്ലെന്ന് തീർത്തു പറഞ്ഞു. ഇഷാനെ വീഴ്ത്താൻ ഹാരി ബ്രൂക്ക് വീണ്ടും വിൽ ജാക്സനെ വിളിക്കുന്നു. എന്നാൽ ഇക്കുറി ഇഷാൻ ആ ട്രാപ്പിന് തലവെച്ചു കൊടുത്തില്ല. അയാൾ പതിയെ ട്രാക്കിലായി. ജാമിയോ ബട്ടണും സാം കറണും വന്നു. ആർച്ചറെ പോലെ തന്നെ സാം കറിന് മുന്നിലും പല കുറി വീണ ചരിത്രമുണ്ടായിരുന്നു സഞ്ജുവിന്. പവർ പ്ലേയിലെ അവസാന ഓവർ എറിയാൻ കറൻ എത്തുമ്പോൾ സഞ്ജു തന്നെയായിരുന്നു സ്ട്രൈക്കിൽ. 2-ാം പന്തിൽ കറൻ്റെ ട്രാപ്പ്. 82 കിലോമീറ്റർ വേഗതയിൽ ഒരു സ്ലോവർ ബോൾ. സഞ്ജു പന്ത് വരാൻ വെയിറ്റ് ചെയ്തു. പിന്നെ മിഡോണിലൂടെ അതിനെ അതിർത്തി കടത്തി. ഇനി വല്ലതുമുണ്ടോ ഇതിൻ്റെയൊക്കെ ആവനാടിയിൽ എന്നയാൾ അപ്പോൾ ഉള്ളിൽ ചോദിച്ച് കാണണം. പവർ പ്ലേയിൽ ഇന്ത്യൻ സ്കോർ 67. ഹാരി ബ്രൂക്ക് നിസ്സഹായനായിരുന്നു. 8-ാം ഓവർ എറിയാനെത്തിയ ഡാവ്സന്റെ 4-ാം പന്തിനെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഗാലറിയിലെത്തിച്ച് സഞ്ജു അർദ്ധ സെഞ്ചുറിയിൽ തുടർന്നു. ജസ്റ്റ് 26 ബോൾസ്. അതേ ഓവറിലെ അവസാന പന്തിനെയും അയാൾ നിലം തൊടാതെ അതിർത്തി കടത്തുന്നുണ്ട്. സാം കറൻ വീണ്ടും വന്നു. തുടരെ ബൗണ്ടറികൾ. തല്ലുകൊണ്ട് മതിവരാത്ത ആർച്ചർ 13-ാം ഓവറിൽ ഒരിക്കൽ കൂടി പന്തെടുത്തു. ആ ഓവറിൽ സ്ലോവർ ബോളുകൾ കൊണ്ടാണ് ആർച്ചർ സഞ്ജുവിനെ പരീക്ഷിച്ചത്. കാര്യമൊന്നും ഉണ്ടായില്ല. എല്ലാ കുരുക്കുകളെയും അയാൾ വാങ്കടയിലെ 22 വാര പിച്ചിൽ അഴിച്ച് നിലത്തിട്ടിരുന്നു. ആ ഓവറിൽ 2 സിക്സറുകളാണ് തുടർച്ചയായി പായിച്ചത്. സെഞ്ചുറിയിലേക്ക് കുതിച്ച സഞ്ജുവിനെ തൊട്ടടുത്ത ഓവറിൽ വിൽ ജാക്സ് വീഴ്ത്തുന്നു. വാങ്കടയിൽ അപ്പോൾ ഒരു പെരുമഴ പെയ്തു തോന്നുന്ന പ്രതീതിയായിരുന്നു. 42 പന്തിൽ 89 റൺസുമായി അയാൾ മൈതാനം വിടുമ്പോൾ ഗാലറി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. രോഹിത് ശർമ്മയും മഹേന്ദ്ര സിംഗ് ധോണിയും ഒക്കെ ആ ഗാലറിയിൽ ഇരിപ്പുണ്ട്. ഇന്ത്യ ലോകകപ്പിലെ ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ 11-ൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സഞ്ജുവിനെ ചേർത്ത് പിടിച്ച് രോഹിത് ശർമ്മ പറഞ്ഞ വർത്തമാനം ഓർമ്മയില്ലേ? നിരാശപ്പെടാനൊന്നുമില്ല. ഇതൊരു നീണ്ട ടൂർണമെൻ്റാണ്. അവസരങ്ങൾ എപ്പോൾ വേണമെങ്കിലും തേടിയെത്താം. കാത്തിരിക്കൂ. അയാൾ കാത്തിരുന്നു. വിൻഡീസിനെതിരായ നിർണായക മത്സരത്തിൽ അയാളുടെ ബാറ്റ് ശബ്ദിച്ചു. ഇംഗ്ലണ്ടിനെതിരെ വാങ്കടയെ പൂരപ്പറമ്പാക്കി ഇതാ മടങ്ങുന്നു. 8 ഫോറുകൾ, 7 സിക്സറുകൾ, 211 സ്ട്രൈക്ക് റേറ്റ്. പറത്തിയ 7-ൽ 4 സിക്സും ജോഫ്ര ആർച്ചർക്കെതിരെ. ബാക്കി സാം കറൻ അടക്കം മറ്റുള്ളവരൊക്കെ ചേർന്ന് ഏറ്റുവാങ്ങി. ഹാരി ബ്രൂക്കിൻ്റെ ടാക്ടിക്സുകളെയൊക്കെ അടിച്ചയാൾ ഗാലറിയിലിട്ടു. ഇക്കുറിയും പിറന്നു 2 റെക്കോർഡുകൾ. T20 ലോകകപ്പിൽ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെ ഹയസ്റ്റ് സ്കോർ. നോക്കൌട്ട് സ്റ്റേജിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ മികച്ച സ്കോർ. കിവീസിനെതിരെ നിരന്തരം ഒരേ പിഴവുകൾ ആവർത്തിച്ചപ്പോൾ ടീമിൽ ഇടം ലഭിക്കുമോ എന്ന് പോലും ആശങ്കിച്ചിരുന്ന ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇതാ 4 കളികൾ കൊണ്ട് ടീമിൽ അനിഷേധിത സാന്നിധ്യമായി അയാൾ മാറുന്നു. ഇഷാൻ കിഷൻ, ശിവം ദൂബെ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ. വാങ്കടയിൽ സഞ്ജു തുടങ്ങി വെച്ച വെടിക്കെട്ട് അവസാനിപ്പിച്ചത് ഇവരൊക്കെ ചേർന്നാണ്. പന്തെടുത്ത ഇംഗ്ലീഷ് ബോളർമാരുടെയൊക്കെ എക്കോണമി 10 കടന്നു. 2 പേർ 50 അടിച്ചു. 4 ഓവർ എറിഞ്ഞവരിൽ ഏറ്റവും കൂടുതൽ തല്ലുവാങ്ങിയത് ജോഫ്ര ആർച്ചർ. 15 എക്കോണമിയിൽ വഴങ്ങിയത് 61 റൺസ്. പിന്നെ സാം കറൻ, എക്കോണമി 13, വഴങ്ങിയത് 53 റൺസ്. ഇംഗ്ലണ്ടിൻ്റെ ഇതുവരെയുള്ള പടയോട്ടങ്ങളിൽ
പലപ്പോഴും നിർണായക സംഭാവനകൾ നൽകിയവരാണ് ഈ രണ്ടുപേർ എന്നോർക്കണം. എന്നാൽ സഞ്ജുവിന് മുന്നിൽ എത്തും വരെ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.